KSRTC-യില് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പുരുഷന്മാർക്ക് വേണ്ടി കൂടി ഇത് ചെയ്യേണ്ടതാണ്, അതായത് അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത്രയും ദിവസമായില്ലേ, ഒന്നും ചെയ്തു കാണുന്നില്ല. ഈ യാത്ര ഇങ്ങനെ തന്നെ തുടരാൻ അനുവദിക്കുമെന്നാണോ ഇപ്പോഴത്തെ ഒരു നിലപാട്? തീർച്ചയായിട്ടും അങ്ങനെയല്ല. നമ്മള് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് 15-ാം തീയതി നടത്താൻ വേണ്ടി സെക്രട്ടേറിയറ്റ് പടിക്കൽ പോയത്. അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു. നമ്മുടെ മെൻസ് അസോസിയേഷൻ പ്രതിഷേധിക്കുകയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പോസിറ്റീവായിട്ട് പറയുകയുണ്ടായി. അപ്പൊ നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം അദ്ദേഹം നമ്മളെയും കരുതുന്നു, നമ്മളെയും മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ അവിടെ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് ബസ് തടയലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക എന്നുള്ള രണ്ട് പരിപാടിയും ഞങ്ങൾ മാറ്റിയിട്ട്, സർക്കാരിനെതിരെയുള്ള പ്ലക്കാർഡുകൾ മാറ്റിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് ബസ് കൈകാണിച്ച് നിർത്തി നമ്മൾ അതിൽ യാത്ര ചെയ്തു, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുന്നത് വിരോധമല്ല, പക്ഷെ അത് അർഹതപ്പെട്ട സ്ത്രീകൾക്ക് വേണം കൊടുക്കേണ്ടത്. എല്ലാ സ്ത്രീകൾക്കും എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് സാലറി വാങ്ങുന്ന ഗവൺമെന്റ് എംപ്ലോയീസും IT മേഖലയിലുള്ളവർക്കും എല്ലാവർക്കും ഇതിൽ ഈ ആനുകൂല്യം വരികയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ കാണുന്നൊരു സംഭവം. അല്ല, സാധാരണ ബസ്സിൽ പോകുന്നവര് സാധാരണ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അല്ല, ഭൂരിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം 2 വീലറൊക്കെ വെച്ചിട്ട് ഈ ബസ്സിലല്ലേ പോകത്തുള്ളൂ. അങ്ങനെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ ബസ്സിൽ ഇപ്പൊ ഫ്രീ കൊടുക്കുന്ന ബസ്സിൽ യഥാർത്ഥം പറഞ്ഞാൽ കുത്തിചരിക്കുക ആൾക്കാർ, സ്ത്രീകൾ പോകുന്നത്. പുരുഷന്മാർക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം. അവര് സൂപ്പർ ഫാസ്റ്റിലൊക്കെ കയറി പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇരിക്കാൻ സീറ്റ് കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാല് എല്ലാ പുരുഷന്മാർക്കും ഫ്രീ കൊടുക്കണമെന്ന് നമ്മളും പറയുന്നില്ല. 60 വയസ്സിന് മേളിലുള്ള പുരുഷന്മാർക്ക് ഫ്രീ കൊടുക്കുക ഇതോടൊപ്പം. അത് എല്ലാ സ്ത്രീകളും എന്നുള്ളത് ഈ റേഷൻ കാർഡ് അടിസ്ഥാനത്തിലോ എങ്ങനെയാണോ താഴേക്കിടയിലുള്ള സ്ത്രീകൾക്ക്, സാധാരണ വീട്ടമ്മമാർക്ക്, പെൺകുട്ടികൾക്ക് അവർക്ക് ഫ്രീ കൊടുത്തോട്ടെ. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫ്രീ കൊടുക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, ഈ രോഗികളായിട്ട് ഇപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ക്യാൻസർ സെന്ററിലൊക്കെ കാസർഗോഡ് നിന്ന് വരെ വന്നിറങ്ങുന്നവരുണ്ട്. അപ്പോ ട്രെയിനിൽ വന്നിറങ്ങുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ കഴിഞ്ഞ സർക്കാർ ഫ്രീ കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിപ്പോ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള രോഗം ബാധിച്ചവർ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗബാധിതരാണ്. അവർ പ്രായഭേദമന്യേ അവർക്ക് പുരുഷനോ സ്ത്രീയെന്നോ ഇല്ലാതെ എല്ലാവർക്കും ഫ്രീ കൊടുക്കണം. അതുകൂടാതെ ഈ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും അവരുടെ ഒരു വേർതിരിവ് പാടില്ല, ആൺപെൺ വ്യത്യാസം പാടില്ല. അവർ വിദ്യാർത്ഥികളാണോ, എല്ലാ വിദ്യാർത്ഥികൾക്കും ഫ്രീ ടിക്കറ്റ് അനുവദിക്കണം എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയുള്ള 4-5 കാര്യങ്ങൾ. അത് മാത്രമല്ല, ഭിന്നശേഷിക്കാർ അവർക്കും ഫ്രീ അനുവദിക്കണം. ഇങ്ങനെയുള്ളവർക്കല്ലേ കൊടുക്കേണ്ടത്, അല്ലാതെ ഈ എല്ലാ സ്ത്രീകൾക്കും എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ അതോടൊപ്പം പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടായ കാര്യമാണ്. ആ സമയത്ത് നിങ്ങൾ പ്രതിഷേധിച്ചു കണ്ടില്ല, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും സംസാരിച്ചു കണ്ടില്ലല്ലോ. കേരളത്തിൽ ഇത് നടപ്പാക്കില്ലെന്നാണ് ഞാൻ കരുതിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ കേരളത്തിലെ നേതാക്കന്മാരല്ല അനൗൺസ് ചെയ്തത്. ഇത് രാഹുൽ ഗാന്ധി മറ്റുള്ള സ്റ്റേറ്റുകളിൽ പറയുന്നത് പോലെ ഇവിടെയും വന്ന് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള നേതാക്കന്മാർ പെട്ടുപോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കത് കൊടുക്കാനും പറ്റില്ല, കൊടുക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടാണ് പാസഞ്ചർ സിറ്റി ബസ്സുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചത് ഫാസ്റ്റാക്കി മാറ്റിയത്. അപ്പൊ അവർക്ക് വേറെ മാർഗമില്ലാതെ ചെയ്തു പോയതാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം ഈ മറ്റുള്ള സ്റ്റേറ്റുകളിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി ഈ പാവപ്പെട്ടവരായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവിടുത്തെ സിറ്റുവേഷൻ വേറെയാണ്. ഇവിടെ എന്ത് പറഞ്ഞാലും UDF ഭരണത്തിൽ വരുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം 10 വർഷം ഒരുപാട് പാർട്ടിക്കാർ വരെ വെറുത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് UDF വരുമെന്ന് ഭൂരിഭാഗം പേർക്കും അറിയാമായിരുന്നു. സ്ത്രീകൾ ഈ ഫ്രീ കൊടുത്തത് കൊണ്ടല്ല വോട്ടിട്ടത്. സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം പേരും ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. പുരുഷന്മാർക്കും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മേലുള്ളവരെയൊക്കെയാണ് ഇവർ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക്. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്. പിന്നെ എന്തുകൊണ്ട് അത് മറ്റു നടപടികളിലോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ, അന്നും ഈ പ്രോഗ്രാം നടന്നപ്പോഴും ഞാൻ പറഞ്ഞു 15-ാം തീയതി ഞാൻ പറഞ്ഞു ഉടനെ തന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കും എന്ന്. അത് മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണോ? മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ്. അപ്പൊ വൈകിയതിന്റെ കാരണം ഞാൻ ഒരുപക്ഷെ 16-നോ 17-നോ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇരുന്നതാ. അപ്പോഴാണ് ഇന്നാണ് ബഡ്ജറ്റ് അവതരണം. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ധനവകുപ്പും കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യാണല്ലോ.
അപ്പൊ അദ്ദേഹം ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം അത്രത്തോളം തിരക്കുണ്ട്. ആ തിരക്കിന്റെ ഇടയ്ക്ക് പോയി നമ്മളൊരു നിവേദനം കൊടുക്കുവാനും അതിനുള്ള സമയം കണ്ടെത്തേണ്ട, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ ദിവസം നമ്മൾ മാറ്റിപ്പോയത്. ഇനിയിപ്പോ എന്തായാലും അടുത്ത ബുധനാഴ്ച 24-ാം തീയതി ഡേറ്റ് എടുത്തിട്ട് മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രി കണ്ട് നിവേദനം കൊടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പാണ്. പിന്നെ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം വേണമല്ലോ, അത് അത്യാവശ്യമാണ്. അത് നമ്മൾ ഒത്തിരി കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സ്ത്രീകൾക്ക് എത്രയോ വർഷമായിട്ട് ഗണേഷ് കുമാർ സാർ വന്നതിന് ശേഷം യഥാർത്ഥം പറഞ്ഞ സ്ത്രീകൾക്ക് ഈ സീറ്റ് കൂടുതൽ കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ ബസ്സിൽ കയറുമ്പോൾ പകുതിയിൽ കൂടുതൽ സ്ത്രീകൾക്കാണ്. കാര്യം അമ്മയും കുഞ്ഞുമെന്നും പ്രായമായ സ്ത്രീകളെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് ഒരുപാട് സീറ്റുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോ അത് ശരിയായിട്ടുള്ള ഇതല്ല. നിയമപ്രകാരം 30% സ്ത്രീകൾക്ക് സംവരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 30% പുരുഷന്മാർക്ക് സംവരണം വെക്കണം. അപ്പൊ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. എന്തിനാ വേർതിരിവ് കാണിക്കുന്നത്? നമ്മൾ ഈക്വാലിറ്റി പറഞ്ഞിട്ട് വേർതിരിവ് കാണിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് ഇത്തരത്തിലുള്ള ഒരു സംവരണത്തിന്റെ ആവശ്യമുണ്ടോ? പുരുഷനും സ്ത്രീക്കും ഒരുമിച്ച് ഇരുന്ന് പോയാലും പ്രശ്നമുണ്ട് എന്ന് ചോദിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയുള്ള വേർതിരിവുണ്ടോ? ഞാൻ തമിഴ്നാട്ടിലൊക്കെ ഈ അടുത്ത കാലത്ത് പോയപ്പോഴും അവിടെയും വേർതിരിവൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ഈ ആൺപെൺ വ്യത്യാസം അത് അത്ര ശരിയായിട്ടുള്ള നടപടിയല്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ സ്ത്രീകൾ ഇരിക്കുന്ന സീറ്റിൽ നമുക്ക് പോയി പുരുഷന്മാർക്ക് ഇരിക്കാൻ കുറച്ചു പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കാലയളവ് അറിയാലോ, പെൺകുട്ടികൾ ഒരു ഫോണുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് നമ്മൾ ദീപകിന്റെ കേസിന്റെ അടുത്ത് നോക്കിയാല് ഷിംജി ചെയ്തത് അദ്ദേഹത്തെ പല ആംഗിളിൽ നിന്ന് അദ്ദേഹത്തെ തട്ടിയും മുട്ടിയും അവിടെ നിന്ന് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്, മനസ്സിലാക്കണം. അപ്പൊ ഇതുപോലുള്ള പെൺകുട്ടികൾ ക്യാമറയും പിടിച്ച് ഫോണും പിടിച്ച് നിൽക്കുമ്പോ നമ്മൾ എങ്ങനെ എന്ത് ധൈര്യത്തിലാണ് പെൺകുട്ടികളുടെ അടുത്ത് പോയി ഇരിക്കുന്നത്? അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും പറയണമല്ലോ. കാരണം സ്ത്രീകളോട് വളരെ മോശമായിട്ട് ഒന്ന് സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കാൻ ഇടം കൊടുത്താലും നമ്മൾ സ്വാഭാവികമായ രീതിയിൽ ഇരിക്കുകയല്ലാതെ മോശമായ രീതിയിൽ പെരുമാറുന്ന ആണുങ്ങളും ഇല്ലേ? അപൂർവമായിട്ട് ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ടാവാം. പക്ഷേ കൂടുതലും അവർ ഇതുപോലുള്ള വീഡിയോകൾ, കാര്യം ഒരുപാട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരിടത്തും എത്താതെ വരുമ്പോൾ അവരുദ്ദേശിക്കുന്ന ലൈക്കോ ഷെയറോ കമന്റോ ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് ഇമാതിരിയുള്ള എന്താ പറയാ തറ പരിപാടിയുമായിട്ട് അവർ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ എത്ര കേസുകൾ ഇപ്പൊ കണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഓട്ടോ ചേട്ടന്റെ ഒരു കേസ് വന്നല്ലോ. അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം ഞങ്ങളെ സംഘടനയുമായിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിട്ട് ഉള്ള സമര പരിപാടികളിലോട്ട് പോകും. കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്നേവരെ മദ്യപിച്ചിട്ടില്ലാത്ത, നാട്ടുകാരുൾപ്പെടെ പറയുകയാണ് അദ്ദേഹം ഇന്നേവരെ മദ്യപിച്ചിട്ടില്ല. ആ ഒരു ചേട്ടനെയാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. പിന്നെ അത് ഡിലീറ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഏത് രീതിയിലും വൈറലാവുക, 10 പേര് അറിയപ്പെടുക, അവരുടെ കഴിവുകൾ കൊണ്ട് അവർക്ക് വൈറലാവാമല്ലോ. നമുക്ക് കഴിവ് എന്താണ് എന്ന് നമ്മൾ സ്വയം കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് ആ കഴിവിൽ കൂടി നമുക്ക് വീഡിയോ ചെയ്തിടാം. അതെന്താണെന്ന് എത്രയോ പിള്ളേര് മറ്റുള്ള കണ്ടന്റുകൾ നോക്കി അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പൊ ഇമാതിരിയുള്ള പുരുഷനെ വേട്ടയാടുന്ന രീതിയിൽ, അതും പിതാക്കന്മാരെക്കാളും പ്രായമുള്ള അവരെയാണ് ഇവര് വീഡിയോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് തന്നെ വളരെയധികം ഖേദകരമായിട്ടുള്ള കാര്യമല്ലേ. കാര്യം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ. അവർക്ക് മക്കളില്ലേ, അവർക്ക് ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, അമ്മയുണ്ടാവും. അപ്പൊ ഇവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും പിന്നീട് ഇമാതിരിയുള്ള വീഡിയോ എടുത്തിടുമ്പോ? അപ്പൊ അങ്ങനെ ഒരാൾ മോശമായിട്ട് പെരുമാറിയാൽ ആ വീഡിയോ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇദ്ദേഹത്തിനെ വേട്ടയാടുവാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇടുകയല്ല ചെയ്യേണ്ടത്. അപ്പോ കുറച്ച് സ്ത്രീകളും ഇമാതിരിയുള്ള വേലകൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിതില് കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പെൺകുട്ടികളുടെ അടുത്ത് പോയി ഇരിക്കാൻ വേണ്ടി അവരെല്ലാം വിൻഡോ സീറ്റിൽ കയറി ഇരിക്കുക എന്ന് വെച്ചാൽ സ്ത്രീകളുടെ സീറ്റ് ഒഴിഞ്ഞു കിടന്നാൽ പോലും അവിടെ ഇരിക്കാതെ പെൺകുട്ടികൾ ഉൾപ്പെടെ നിന്ന് ബാക്കിലോട്ട് വന്ന് ജനറൽ സീറ്റുകളിൽ ഇരിക്കുകയാണ്. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. അപ്പൊ പുരുഷന്മാർക്കും സംവരണം വേണം, ഒരു മാറ്റവും ഇല്ല.